ഇന്ന് ഗാന്ധി ജയന്തിയായിട്ട് നമ്മൾ മഹാത്മാഗാന്ധിന്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ചെയ്യാൻ പോവാണ്. സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇന്ന് ഗാന്ധി ജയന്തി എന്നുള്ളത് ഓർമ്മ വന്നത്. അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പയ്യെ പേപ്പറും പെൻസിലൊക്കെ എടുത്തിട്ട് വരയ്ക്കാൻ തുടങ്ങി. വരയ്ക്കുന്ന സമയത്ത് ഞാൻ കൂടുതൽ ശ്രദ്ധിച്ച വേറൊന്നുമല്ല, നമ്മൾ സ്ഥിരം കാണുന്ന പോസോ ഇമേജസോ ആയിരിക്കും നമ്മൾ വരയ്ക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ആരെങ്കിലും റെക്കഗ്നൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡിഫറന്റ് ആയിട്ട് ചെയ്യണം. സാധാരണ ഞാൻ ഫോട്ടോഷോപ്പ് യൂസ് ചെയ്ത് വരയ്ക്കുന്നതായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷെ നമ്മളിന്ന് ഇല്ലുസ്ട്രേറ്റർ യൂസ് ചെയ്താണ് വരയ്ക്കാൻ പോകുന്നത്. സാധാരണ ചെയ്യുന്ന പോലെ പേപ്പറിൽ ഔട്ട്ലൈൻ ഇട്ടിട്ട് അത് നമ്മൾ ഏതാണോ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് അതിലോട്ട് പ്ലേസ് ചെയ്തിട്ട് അതിന് മേലക്കോട്ടെയാണ് നമ്മൾ വരയ്ക്കുന്നത്. നമുക്ക് കൂടുതൽ കൺവീനിയന്റ് പേപ്പറിൽ വരയ്ക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്ലൈൻ ഒക്കെ പേപ്പറിൽ വരയ്ക്കുന്നത്. സാധാരണ ഒരു ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ പെയിന്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഔട്ട്ലൈൻ ഇട്ടിട്ട് അതിനകത്ത് പെയിന്റ് ചെയ്യാണ് ചെയ്യുക. പക്ഷേ ഇവിടെ പെയിന്റ് ചെയ്യുന്നതിന് പകരം ഞാൻ ഈ ഔട്ട്ലൈൻ ഡിജിറ്റൽ ആയിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ അവിടെ കളർ ചെയ്യാണ് ചെയ്യുന്നത്. ഇൻ കേസ് ഞാൻ ഒരു ക്യാൻവാസിൽ ചെയ്യുമ്പോഴും ഇതേ രീതിയിൽ തന്നെയാണ് പെയിന്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡിജിറ്റൽ ചെയ്യുമ്പോഴും നോർമൽ ചെയ്യുമ്പോഴും ഒരേ എഫേർട്ടാണ് ഇടേണ്ടി വരുന്നത്. ഇത് എങ്ങനെ ഉണ്ടെന്നുള്ളത് എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കണ്ട. അങ്ങനെ ഗാന്ധിന്റെ ഈ ഒരു ഇല്ലുസ്ട്രേഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ സിസ്റ്റത്തിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫോണിലോട്ട് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഏകദേശം 12 മണിക്കാട്ടോ വരയ്ക്കായിരുന്നു. നമ്മളിപ്പോ 5:30 ആയിട്ടുണ്ട്. അപ്പൊ ഇത്രയും ടൈം എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇല്ലുസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ഗൈസ്.